ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. രശ്മിദാസ് കൃഷി സംഗീതവും എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായിട്ടോ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീടിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താമസാക്കി. അപ്പോൾ അത് കാരണം എനിക്ക് കുറേ ഗ്യാപ്പ് വന്നു, വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ തോട്ടത്തിലേക്ക് കുറച്ച് ഒരു 2 ആഴ്ച മുന്നേ ഇറങ്ങി നോക്കിയത്. അപ്പോൾ അവിടെ ഒക്കെ പോയിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ പോയി, കുറേ ചെടികളൊക്കെ ഇതുപോലെ നിൽക്കുന്നുണ്ട്. ആയാലും വീണ്ടും നമുക്ക് തോട്ടം ഒന്നും കൂടി റീസെറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടാട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിലാണല്ലോ എൻ്റെ കൃഷിത്തോട്ടം. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാ എല്ലാതും ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ചെടികളൊക്കെ ഒരുവിധം കുറേയൊക്കെ പോയി. ഇങ്ങനെ സ്റ്റാൻഡ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അധികം ചെടികൾ താഴെ വെക്കാതെ സ്റ്റാൻഡിലേക്ക് കയറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഓറഞ്ചിൻ്റെ തൈ അവിടെയാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതാ നമ്മുടെ ഓറഞ്ചിൻ്റെ തൈ ഇവിടെ ഉണ്ട്. ഇവിടെ ഓറഞ്ച് എന്തായി എന്നുള്ളത് നമുക്കറിയില്ല, നോക്കാം. ഞാൻ അന്ന് ഇതിന് പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടി വെച്ചിരുന്നു കണ്ടോ. ഞെങ്ങുന്നുണ്ട് കേട്ടോ. ഞെങ്ങുണ്ട്, നാശമായോണാവോ അറിയില്ല. ഇപ്പോൾ കുറച്ച് നാളായാലും ഇങ്ങനെ നിൽക്കണു. തന്നെ അധികം വെള്ളമൊന്നും എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, താഴെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഭയങ്കര തിരക്കിലായിരുന്നു. അതുപോലെ കാലുവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അധികം എനിക്ക് തോട്ടത്തിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതിനൊന്ന് അഴിച്ചു നോക്കാം കേട്ടോ, എന്താണ് നമ്മുടെ ഓറഞ്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. ആഹാ, ഓറഞ്ച് പഴുത്തു കേട്ടോ, ശരിക്കും പഴുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഈ ചട്ടീനെ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് നീക്കി വെക്കാം കേട്ടോ, എന്നിട്ട് വീഡിയോ എടുക്കാം. ഭയങ്കര വെയിറ്റാണ്, ഒരു കൈ കൊണ്ട് എനിക്ക് പൊന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നെടുത്തിട്ട് ഞാൻ ഇവിടേക്ക് മാറ്റി വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. പറഞ്ഞല്ലോ, ഇത് കുറേ നാളായി ഞാനിവിടെ കയറിയിട്ട്. അപ്പോൾ ഇതൊക്കെ അത് ആകെ കാട് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമ്മുടെ ഓറഞ്ചിനെ മാത്രമായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് കൂർക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കൂർക്കേനൊന്നും കളയണ്ട, കൂർക്ക അവിടെ നിന്നോട്ടെ. നമ്മുടെ ഓറഞ്ചിനെ നമ്മൾ മുറിക്കാൻ പോവാണ് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മുടെ ഓറഞ്ചിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പതുക്കെ ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. കണ്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല മധുരമുണ്ട് കേട്ടോ. കണ്ടോ, നല്ല വലിപ്പമുണ്ട്, നല്ല മധുരമുണ്ട്, കുരു കൂടുതലുണ്ട്. അപ്പം നമുക്കിതിനെ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. വലിച്ചാലൊന്നും പോരില്ല, നല്ല ബലമുണ്ട്. എന്തായാലും കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് വലിച്ച് പിരിച്ച് പൊട്ടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, നല്ല ബലമായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഈ തണ്ട്. അപ്പോൾ ഞാൻ കത്തി വെച്ചിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് നമ്മുടെ കയ്യിലിരിക്കുന്നു. നമുക്ക് സന്തോഷമാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഓറഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഓരോ പീസ് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കാം, അവർക്കും സന്തോഷമാവുമല്ലോ. അപ്പോൾ ഇത് കൊടുത്ത് നോക്കാം കേട്ടോ, ഓരോ പീസ് അവർക്കൊക്കെ. ഓറഞ്ചിൻ്റെ തൈ ഞാനിവിടെ നട്ടിട്ട് ഒരു 1.5 വർഷത്തോളം കഷ്ടിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നിറയെ പൂത്തിരുന്നു, പിന്നെ ഒരു കായ മാത്രമാണ് പിടിച്ചത്. എന്നാലും നമുക്കിത് കിട്ടിയല്ലോ. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഇതിനെന്തായാലും റിപ്പോർട്ട് ചെയ്യണം. ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടി വലിയൊരു ചട്ടിയിലേക്ക് നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. ഭയങ്കര വെയിലായി തുടങ്ങി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടുത്തെ പച്ച ഷീറ്റൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ
എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് താഴെ ഇറങ്ങണം. പിന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.